കുഴപ്പമില്ല, ഇനി പ്രശ്നമൊന്നും വരത്തില്ല എന്നവർ പറഞ്ഞാൽ പോലും പോകരുത്. ഉറപ്പായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ത് കാരണം കൊണ്ടാണ് ഈ വാഹനം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജെ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. വാഹനത്തിൽ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്. അതായത് ഏതെങ്കിലും ഒരു വാർണിംഗ് ലൈറ്റ് ആയിക്കോട്ടെ, നമ്മൾ അങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നൊരു കാര്യം വാഹനം ഷോറൂമിൽ കൊണ്ട് കാണിക്കാറുണ്ട്. ഷോറൂമിൽ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ ചെയ്തു തരുന്നത് എന്താ, ആ വാർണിംഗ് ലൈറ്റ് ക്ലിയർ ചെയ്ത് വിടാറാണ് പതിവ്. പക്ഷേ നമ്മൾ അവിടെ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റെന്താണെന്നറിയോ? കാരണം പലരും ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. പലരും എന്നോട് വന്ന് പറയാറുണ്ടോ, രാകേഷ് ഞാനൊരു വാർണിംഗ് ലൈറ്റ് കാണിച്ചു, ഷോറൂമിൽ കൊണ്ട് കൊടുത്തു, അവരത് ക്ലിയറാക്കി തന്നു. എത്ര പേര് ചോദിക്കുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കത്തിയത്, അല്ലെങ്കിൽ എന്ത് കാരണത്തിൻ്റെ ബേസിലാണ്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാണ് ആ വാർണിംഗ് ലൈറ്റ് അവിടെ വന്നതെന്ന് എത്ര പേര് ചോദിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു കസ്റ്റമർ, ആസ് എ കസ്റ്റമർ, ആ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വാർണിംഗ് ലൈറ്റ് അവിടെ കാണിച്ചതെന്ന്. കാരണം പല കാര്യങ്ങൾ കൊണ്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു സെൻസറിൻ്റെ വയർ ലൂസാണ്, അതായത് സെൻസറിൻ്റെ കപ്ലറിലോട്ട് വരുന്ന വയർ ലൂസാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ലൂസ് കോണ്ടാക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിവൈസ് മാൽ ഫങ്ഷനിങ് കാണിക്കുന്നുള്ളതുകൊണ്ട് ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കും. പക്ഷേ നമ്മളവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്ത് കാരണം കൊണ്ട് കാണിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞത് ആ ഒരു ഭാഗത്ത് എന്തെങ്കിലും ഡിഫക്റ്റ് സംഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മളത് മനസ്സിലാക്കിയില്ലെന്നുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് നമ്മൾ ഈ വാഹനം സർവീസിന് കൊണ്ട് കൊടുത്തു, അല്ലെങ്കിൽ ഈ ഒരു വാർണിംഗ് ലൈറ്റ് കാണിച്ചപ്പോൾ കൊണ്ട് കൊടുത്തു, അവരത് നോക്കി ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ OBD റീഡർ അഥവാ നമ്മുടെ വാഹനത്തിൽ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഡിവൈസ് കണക്റ്റ് ചെയ്ത് ഇതിനകത്ത്, അതായത് ECMI വരുന്നൊരു ഇറർ കോഡ് ഏതാണോ ആ കോഡ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പൊക്കോളും. ചിലത് ക്ലിയർ ചെയ്താൽ പോകത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പെർമനൻ്റ് ആയിട്ട് കംപ്ലയിൻ്റ് ആയിരിക്കും. പക്ഷേ ചില കംപ്ലയിൻറ്റ്സ് ഇടയ്ക്ക് മാത്രം കാണിക്കുന്നതാണെങ്കിൽ ഈ പറയുന്നൊരു വാർണിംഗ് ലൈറ്റ് നമുക്ക് ക്ലിയർ ചെയ്ത് കളയാൻ സാധിക്കും. അന്നേരം നിങ്ങൾ ഷോറൂമിലുള്ളവരോട് ചോദിക്കുകയാണ് എന്ത് കാരണം കൊണ്ടാണ് ഇത് കാണിക്കുന്നത്, കുഴപ്പമില്ല, ഇനി പ്രശ്നമൊന്നും വരത്തില്ല എന്നവർ പറഞ്ഞാൽ പോലും പോകരുത്. ഉറപ്പായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്ത് കാരണം കൊണ്ടാണ് ഈ വാഹനത്തിൽ ഈ ഒരു വാർണിംഗ് ലൈറ്റ് വന്നത്. കാരണം നാളെ ഒരു സമയത്ത് ഇതിന് കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ നാളെ ഒരു സമയത്ത് ഇപ്പം ഗിയർ ബോക്സ് റിലേറ്റഡ് ആയിട്ട് ഒരു വാർണിംഗ് ലൈറ്റ് ആണ് കാണിച്ചത്, അവർ ക്ലിയർ ചെയ്തപ്പോൾ അത് പോയി. പക്ഷേ അത് നമ്മൾ അറിഞ്ഞിരിക്കണം എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചതെന്നും കൂടെ അവർ പറയാൻ അവർ ബാധ്യസ്ഥരാണ്. ഇപ്പോൾ അവർക്ക് ചിലപ്പം എല്ലാ കാര്യത്തിനും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം ട്രാൻസ്മിഷൻ്റെ വാർണിംഗ് ലൈറ്റ് കാണിച്ചു, ക്ലച്ച് ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ കാണിക്കാം, ഗിയർ എൻഗേജ് ചെയ്യുന്ന യൂണിറ്റ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കാണിക്കാം, ഇതിനകത്ത് വരുന്ന മോട്ടറിന് പ്രശ്നം ഉണ്ടെങ്കിൽ കാണിക്കാം. ഇതിലേത് കാരണത്തിനും പ്രശ്നം ഉണ്ടെങ്കിലും ഉറപ്പായിട്ട് ഈ ഒരു വാർണിംഗ് ലൈറ്റ് കാണിക്കും. ഞാൻ എക്സാമ്പിൾ മാത്രം പറഞ്ഞുള്ളൂ, ഒരു സൈഡിന് മാത്രം. ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു വാർണിംഗ് ലൈറ്റ് ആകട്ടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും അതെന്താണെന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം. ഇനി ഇത് കാണിക്കാൻ സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു കാരണം കൊണ്ട് ഇനി മുമ്പോട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ ഇല്ല എന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കി, ഇൻ കേസ് ഇനിയും പ്രശ്നം വരുമെന്നുണ്ടെങ്കിൽ ഏത് യൂണിറ്റിനാണ് പ്രശ്നം വരാൻ സാധ്യത, ആ യൂണിറ്റ് ഉടനെ റീപ്ലേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ, ഇനി അത് മാറിയില്ലെങ്കിൽ, അതായത് അത് റീപ്ലേസ് ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് അറിഞ്ഞതിന് ശേഷം മാത്രം ഷോറൂം വിട്ട് പോരാവുള്ളൂ.